ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള കരിക്ക് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കുഞ്ഞും കൂടെയും അത് കാണാൻ വേണ്ടി പോവാ. കുഞ്ഞി അറിയോ കരിക്കിലെ ആൾക്കാരെ അറിയും? അതിൻ്റെ താരം അറിയുന്നേ. അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ട് വരാം. ചിലപ്പോൾ നമ്മൾ പ്രാങ്ക് ചെയ്യണതാണോ നോണ പറയണതാണോ അല്ലായിരിക്കും. ഞങ്ങളോട് പറഞ്ഞേക്കണേ ഞങ്ങളുടെ ഷൈബോച്ചയാണ്. അപ്പോൾ പ്രാങ്ക് അല്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഗൈസ്, ഷൈബോച്ച് നോണ പറഞ്ഞല്ല കേട്ടോ, ശരിക്കും വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, കരിക്കിൻ്റെ ടീം നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ ആദ്യം വിചാരിച്ച എന്നെ പ്രാങ്ക് ചെയ്യാമെന്നാണ്, പക്ഷേ അല്ല ഗൈസ്, അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഷോർട്ട് ഫിലിമൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായല്ലോ. ഒരു നല്ല ബ്രേക്ക് അവരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പുതിയൊരു ഷോർട്ട് ഫിലിമായിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സീൻ നമ്മുടെ നാട്ടിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഫ്രെയിമൊന്നും കാണിച്ചു തരുന്നില്ല കേട്ടോ ഗൈസ്, കാരണം അത് ഷോർട്ട് ഫിലിം വന്നിട്ട് കാണുന്നല്ലേ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സംസാരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടത് കൃഷ്ണചന്ദ്രനാണ്. കൃഷ്ണചന്ദ്രൻ്റെ അമ്മയുണ്ട്. അപ്പോൾ അമ്മയുടെയൊക്കെ കൂടെ നിന്ന് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഈ വീഡിയോ എടുത്തു തുടങ്ങുമ്പം ഞാൻ ഇങ്ങനൊരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങളെ വഴിയെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ നാട്ടുകാരൊക്കെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫ്രെയിം ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി മാറി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. കാരണം അവർ നമ്മുടെ വീട്ടിൽ വന്ന് ഗൈസ്. അപ്പം മേക്കപ്പ് ഇടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലേക്കാണ് വന്നത്. പിന്നെ അമ്മയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ലോലൻ ഗൈസ്. നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേ അതായിരുന്നു എൻ്റേത്. പിന്നെ അവർ വന്നപ്പോഴേക്ക് ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ട് മടുപ്പായിട്ട് തോന്നി. എന്നാലും അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നോട് ഒരുപാട് സംസാരിച്ചു. എൻ്റെ വീഡിയോയിൽ വരുമൊക്കെ. ഗൈ, ഷൈബോച്ചയ്ക്ക് കരിക്ക് എന്തായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. അറിയായിരുന്നു വെച്ചാൽ ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നി ഇപ്പം ഇരുന്ന് ഫുൾ എപ്പിസോഡ് മൊത്തം കണ്ടിട്ട് അവരെ കണ്ടിട്ട് നീ വെറുതെ നോക്കി അവർ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഉള്ളിൽ. നമുക്ക് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ശരിയല്ലല്ലോ, വഴക്ക് പറയും. വേറെ ഒന്നുമല്ല. അപ്പോൾ ഗൈസ്, അവർ മേക്കപ്പ് ഇട്ടിട്ട് തിരിച്ചു പോവാണ്. എന്താ പറയേണ്ടത്, ഒട്ടും ജാടയില്ലാത്ത ആൾക്കാർ. എന്താ പറയുക, ഇത്രയും ഫാൻസും ഇത്രയും ഫോളോവേഴ്സും ഒക്കെ ഉള്ള ആൾക്കാരാണെന്ന് പറയത്തേ ഇല്ല. കാരണം എനിക്ക് ഫോട്ടോ എടുക്കാം. നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊരു മടുപ്പായാലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ചിരുന്നപ്പോൾ ഫോട്ടോ എടുക്കണമെങ്കിൽ ഇപ്പോൾ എടുത്തോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജോർജില്ലേ, അത് തന്നെയാണ് എന്നോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞത്. ഫോട്ടോയൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ അവർ തിരിച്ചു പോവാണ്. അപ്പോൾ ഇത് മേക്കപ്പ് ഇട്ട ആളും കൂടെ വന്ന ആളും കേട്ടോ. അവരെല്ലാവരും പോവുകയാണ്. അമ്മ ഇവിടെ ഉള്ളിലുണ്ടായിരുന്നു. അമ്മ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയായിട്ട് സംസാരിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മയ്ക്കും പോകാറായി. അമ്മയ്ക്കും കാറ് വന്നു. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷമായിട്ടോ ഗൈസ്. ഇങ്ങനൊരു അവസരം കിട്ടിയതിനോട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അമ്മേനോട് കുറേ സംസാരിച്ചു കേട്ടോ. സുമാദേവി എന്നാണ്. എന്നെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്തു, യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. എന്താ പറയണേ, കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ലാസ്റ്റ് സാധാരണ നമ്മളല്ലേ ഫോൺ നമ്പറൊക്കെ മേടിക്കണേ. പക്ഷെ അമ്മേനോട് പറഞ്ഞു നമ്പർ താ എന്നൊക്കെ പറഞ്ഞോട്ടെ. എല്ലാവരും അമ്മയെന്നാണ് വിളിക്കണേ, ആ കരിക്കിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും. അപ്പോൾ ഞാനും അമ്മയെന്നാണ് വിളിച്ചേ. ഹലോ, ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിൻ്റെ വൈൻഡപ്പ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് കണ്ടത്. അപ്പോൾ കരിക്കിൻ്റെ ടീം അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന് ഗൈസ്. ഞാൻ ആ ഒരു ട്വിസ്റ്റ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അവർ നമ്മുടെ നാട്ടിൽ വന്നതിലും നമ്മുടെ വീട്ടിൽ വന്നതിലൊക്കെ ഒരുപാട് ഹാപ്പിയാണ്. ഒട്ടും ചാടില്ലാത്ത ആൾക്കാരാട്ടോ ഗൈസ്. ഞാനാണ് പിന്നെയും മാറി നിന്നത്. കാരണം എനിക്കൊരു മടി. നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളിങ്ങനെ ഫോണുമായിട്ട് അവരുടെ കൂടെ പുറകെ നടക്കാമെന്ന് പറയുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവർക്കൊരു കുഴപ്പമേ ഇല്ലായിരുന്നു. ആകെ അവരെന്നോട് പറഞ്ഞൊരു കാര്യം, അവർ മേക്കപ്പ് ഇട്ടതിന് ശേഷം അവർ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കരുത്, വീഡിയോ എടുക്കരുതെന്നാണ്. കാരണം അത് അവരുടെ ഷോർട്ട് ഫിലിം ഇറങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഒരു ഇത് മാത്രമേ അവരെന്നോട് പറഞ്ഞുള്ളൂ. ഞാനത് എടുക്കുകയും ചെയ്തില്ല കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഇത് വരുമ്പോൾ കാണാം എങ്ങനെയാണെന്നുള്ള കാര്യം. കട്ട വെയിറ്റ്. അപ്പം അമ്മേനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വേണമെങ്കിൽ പറയാം. കാരണം അവരൊക്കെ പോയി കഴിഞ്ഞിട്ടും അമ്മയ്ക്ക് ഷോട്ടില്ലായിരുന്നു. അപ്പം അമ്മ ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം അമ്മയും ഞാനും കുറേ നേരമൊക്കെ സംസാരിച്ചു കരിക്കിനെ കുറിച്ചും അവരുടെ കരിക്കിലെ ടീമിനെ കുറിച്ചും. കാരണം അവരുടെ എക്സ്പെൻസ് കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അമ്മ എന്നോട് സംസാരിച്ചു. അപ്പോൾ പുതിയ ഷോർട്ട് ഫിലിം ഇറങ്ങാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. എന്താണെങ്കിലും കരിക്കിൻ്റെ അല്ലേ ഗൈസ്, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ. ഇവിടെ വന്ന് ബൈ പറ.